ബാച്ചിലറായുള്ള അവസാന മിനിറ്റുകൾ. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഞാനൊരു ഭാര്യയാകും. വിവാഹവേദിയിലേക്ക് പോകവേ കാറിലിരുന്ന് ഏറെ സന്തോഷത്തോടെ ഗൗരി പറഞ്ഞ വാക്കുകളാണിത്. ഡെന്നിസിന്റെ ഭാര്യ എന്ന പദവി ഏറ്റവും അധികം കൊതിച്ചതായിരുന്നു ഗൗരി. അത് ഏതാനും നിമിഷങ്ങൾക്കകം സാക്ഷാത്കരിക്കുവാൻ പോവുകയാണല്ലോ എന്ന സത്യം വിശ്വസിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളിലായിരുന്നു അപ്പോൾ ഗൗരി ഉണ്ടായിരുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം അങ്ങനെയൊരു അവിശ്വസനീയ ലോകത്തായിരുന്നു ഗൗരി ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ആദ്യ ദിവസത്തെ സെൽഫിയാണ് ഗൗരി പങ്കുവച്ചിരിക്കുന്നത്. ഡെന്നിസിന്റെ ചേച്ചിക്കൊപ്പമുള്ള സെൽഫിയാണത്. വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നുള്ള ആ ചിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെന്നിസിന്റെ ഭാര്യാ പദവിയെ ഏറെ സ്നേഹിക്കുന്ന ഗൗരിയെ തന്നെയാണ് ആ ചിത്രം വരച്ചിടുന്നത്. സ്വന്തം വീട്ടിൽ അലങ്കോലമായി നിൽക്കുന്ന നാത്തൂനെയും പുതുപ്പെണ്ണിന്റെ എല്ലാ ഭംഗിയോടെയും നെറ്റിയിൽ സിന്ദൂരമിട്ട് വീട്ടിൽ നിൽക്കുന്ന ഗൗരിയെയും ആ ചിത്രത്തിൽ കാണാം. ഗൗരിയെ മകളായി തന്നെയാണ് ഡെന്നിസിന്റെ വീട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ വിവാഹമായിരുന്നിട്ടും ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചാണ് ഡെന്നിസിന്റെ വീട്ടുകാർ ഗൗരിയെ വീട്ടിലേക്ക് സ്വീകരിച്ചതും. കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളായ ഡെന്നിസിന്റെ വീട്ടിലേക്ക് ഗൗരി എങ്ങനെയായിരിക്കും വലതുകാൽ വെച്ച് കയറുക എന്ന് കാണുവാൻ കാത്തിരുന്ന ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു ഡെന്നിസിന്റെ വീട്ടുകാർ ഒരുക്കിയ സ്വീകരണം. പ്ലേറ്റിൽ മഞ്ഞവെള്ളം കലക്കി സൈഡിൽ തിരി കത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് ഗൗരിയെയും ഡെന്നിസിനെയും വീട്ടുകാർ സ്വീകരിച്ചത്. തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കയ്യിലേക്ക് നൽകുകയായിരുന്നു. സാധാരണ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വധൂവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച മെഴുകുതിരി നൽകിയും കൊന്തകൊണ്ട് കുരിശു വരച്ച് അത് സമ്മാനിച്ചുമൊക്കെയാണ്. എന്നാൽ നിലവിളക്കേന്തി വലതുകാൽ വെച്ചു കയറവേ അമ്മയ്ക്ക് ദക്ഷിണ നൽകി ഡെന്നിസ് അനുഗ്രഹം വാങ്ങുന്നതും വീഡിയോയിൽ കാണാം. തുടർന്ന് അകത്തേക്ക് കയറിയ ഇരുവർക്കും പാലും പഴവുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. മതവും ജാതിയും ഒന്നും നോക്കാതെ മക്കളുടെ പ്രണയത്തെ ചേർത്ത് പിടിച്ചവരാണ് ഉമാനായരും ഡെന്നിസിന്റെ വീട്ടുകാരും. കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഡെന്നിസും കുടുംബവും. തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നിസും ഗൗരിയും പരസ്പരം കണ്ടുമുട്ടുന്നത്. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇന്നലെ അവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ച് നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത്. ഹിന്ദു വിശ്വാസമനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ. ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ 3 സാരികൾ മാറിയുടുത്താണ് ഗൗരി ഉച്ചയോടെ ഭർതൃവീട്ടിലേക്ക് പോയത്. ഏറെ ആഘോഷമായി നടത്തിയ വിവാഹമായിരുന്നു ഗൗരിയുടേത്. ഡെന്നിസ് ഒരു ക്രിസ്ത്യാനി പയ്യനായിരുന്നുവെങ്കിലും ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചായിരുന്നു ഡെന്നിസിനെ വിവാഹവേദിയിലേക്ക് സ്വീകരിച്ചതും താലികെട്ട് ചടങ്ങടക്കമുള്ള നിമിഷങ്ങളെല്ലാം കഴിഞ്ഞതും. ഒരു മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഡെന്നിസിനെ താൻ സ്വീകരിക്കുന്നതെന്ന് ഉമാനായർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭർതൃവീട്ടിലും ഗൗരിയെ മരുമകളായിട്ടല്ല മകളായി തന്നെയാണ് ഡെന്നിസിന്റെ വീട്ടുകാരും സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.